ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു നാടൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കോവലിൻ്റെ ഇല വെച്ചിട്ടാണ് ഈ ഒരു തോരൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് കോവയ്ക്ക നമ്മളെല്ലാവരും കഴിക്കാറുണ്ട് അല്ലേ? ഫ്രൈ ആയിട്ടും അതേപോലെ തോരനായിട്ടും മെഴുക്കുവരട്ടി ആയിട്ടും എല്ലാം പല രീതിയിൽ നമ്മൾ പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷെ കോവലിൻ്റെ ഇല നമ്മൾ അധികം പേരും അങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലേ? ഏറെ പോഷകങ്ങൾ നിറഞ്ഞ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഇലക്കറിയാണ് നമ്മുടെ കോവലിൻ്റെ ഇല. അപ്പോൾ ഈ ഒരു കോവലിൻ്റെ ഇല തോരൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് കോവലിൻ്റെ ഇല തോരൻ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുപാട് മൂക്കാത്ത ഇല നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചു. അതിനുശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു അരമുറി നാളികേരമാണ്. ഒരു 3-4 പീസ് ചുമന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, ഞാനിവിടെ മട്ട റൈസാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ആ അരി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവലിൻ്റെ ഇല നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിശ്രിതവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 5-6 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇലയൊക്കെ വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ അപ്പാടെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. നമ്മൾ ഇലക്കറികൾ ഒരിക്കലും നമ്മൾ അടച്ച് വേവിക്കുകയോ അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കുകയോ ചെയ്യരുത്. ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഒരു ഇലയുടെ അതേപോലെ തന്നെ നമ്മളതിൽ ചേർത്തിരിക്കുന്ന നാളികേരത്തിൻ്റെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഇല സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഇല ആവിയിൽ വേവിച്ചിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ഒരു 3 നേരം 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ശമനം കിട്ടുന്നതാണ് പറയണത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.